മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണോ ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്? രണ്ടാമത്തെ ഒരു കാര്യം, കേരളം ആവശ്യപ്പെട്ടിരുന്നു ഈ ഡാം എപ്പോഴെങ്കിലും തുറക്കുകയാണെങ്കിൽ അത് പകൽ സമയത്തായിരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു അനുഭാവപൂർവമായ ഒരു നിലപാടും കൂടെ അല്ലേ തമിഴ്നാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും അജി, ആ നിലയിൽ തന്നെ പറയണം. കേരളത്തിന്റെ ആവശ്യത്തെ അനുഭാവപൂർണ്ണം തമിഴ്നാട് പരിഗണിച്ചു എന്നുള്ളതാണ്. സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ട് നാളെ രാവിലെ ആയിരിക്കും ഡാം തുറക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഏറ്റവും അവസാനത്തെ ഔദ്യോഗിക റിപ്പോർട്ട് വരുമ്പോൾ 8 മണിയോടുകൂടി ഡാമിൽ 135.95 അടി ജലനിരപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം 0.05 അടി മാത്രമേ ജലനിരപ്പ് ഉയരുവാൻ തുറക്കേണ്ട പരമാവധി ജലനിരപ്പിലേക്ക് എത്താനുള്ള ദൂരം ഇനിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ലഭിക്കുന്ന മഴയുടെ കൂടെ കണക്കെടുത്തുകൊണ്ടാണ് നാളെ പുലർച്ചെ 10 മണിയോടുകൂടി രാവിലെ 10 മണിയോടുകൂടി ഡാം തുറക്കാനാകുമെന്ന തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തിയത്. നാളെ 10 മണിയോടുകൂടി ഡാമിന്റെ ഏതാനും ഷട്ടറുകൾ തുറക്കും. സ്പിൽവേ ഷട്ടറുകൾ തുറന്ന 1000 ഘനയടി വെള്ളം ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. പരമാവധി ജലം പാഴാക്കി കളയാതിരിക്കാനുള്ള നീക്കമായിരിക്കും തമിഴ്നാട് നടത്തുക. കാരണം ഈ ഘട്ടത്തിൽ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ തന്നെ പരമാവധി ജലം വൈഗ അണക്കെട്ടിലൂടെ കൊണ്ടുപോയി ഡാം തുറക്കുന്നത് പരമാവധി ഒഴിവാക്കാനുള്ള ഇടപെടൽ തമിഴ്നാട് നടത്തിയിരുന്നു. പക്ഷേ ശക്തമായ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് ലഭിച്ചത്. അതുകൊണ്ട് കൂടിയാണ് ജലനിരപ്പ് ഉയരുകയും 136 അടിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി നാളെ രാവിലെ 10 മണിക്ക് ഡാം തുറക്കാൻ തമിഴ്നാട് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി ഡാം തുറക്കും. പെരിയാറിന് തീരത്തുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളതാണ്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾക്കുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ജില്ലാ കാര്യം ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.